ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ആക്സിഡൻ്റായിട്ട് ഒരു മാസം മുമ്പ് ICUലൊക്കെ ആയിരുന്നു. നല്ല അത്യാവശ്യം ഇതായിരുന്നു, നമുക്കൊന്നും പോയി കാണാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ആരും പോയി കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഇൻഫെക്ഷനൊന്നും ആവരുത്, മുഖത്തൂടെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തൊക്കെ അത്യാവശ്യം ഇതായിരുന്നു. അപ്പം ഇന്ന് അവൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പം കാണാൻ ചെയ്യില്ല. അപ്പം ഇന്ന് നേരെ അവനെ കാണാൻ പോകണം. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല, കാരണം അവൻ്റെ ആ ഒരവസ്ഥ, ആൾ നല്ല ക്ഷീണിച്ച്, അത്യാവശ്യം നല്ല ജിമ്മിലൊക്കെ പോയി സെറ്റായ ബോഡിയാണ്, ആകെ ക്ഷീണിച്ച്. അപ്പം അതെന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കില്ല. അപ്പം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്, അവനെ കാണാൻ പോവുക. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് വരുന്ന വഴിയിലും ഒക്കെ ആയിട്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം. പിന്നെ നമ്മുടെ 2 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് Day 3 ആണ്. നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഹലോ ഗായ്സ്, നമ്മളെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വില്ല. ഇതാണ് അജീന. ഹായ് കൊടുക്കൂ. ഇതൊക്കെ വ്ളോഗിൽ താഴത്തോട്ട് പാർക്ക് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെക്കനെ മുടി വെട്ടാനൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് എൻ്റെ സൈക്ലിംഗ് പാർട്ട്ണർ സുദേവേട്ടൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സുദേവേട്ടൻ്റെ കാർ എടുത്തിട്ടാണ് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ അവിടേക്ക് പോയിട്ട് ഇന്ന് രാത്രിയിലത്തെ ഫുഡൊക്കെ അവിടുന്ന്, നമ്മൾ ഈ എറണാകുളത്ത് വന്ന് താമസിക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് കേട്ടോ. ഞാൻ 3 നേരം ഹോട്ടലിൽ നിന്നാണ് ഫുഡ്. അങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് ഇതുപോലൊരു ഹോംലി ഫുഡ് കിട്ടുമ്പോൾ എന്തൊരാശ്വാസം പറയും. അത് കഴിക്കാൻ പോകാനായിട്ട് ഞാനിങ്ങനെ ഇതായിട്ട് നിൽക്കുക, എക്സൈറ്റഡാണ്. പിന്നെ നീതിൻ്റെ ഫുഡും അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ അവിടെ പോയി കഴിക്കാറുണ്ട്. അവരെന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ വിളിക്കാറുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പം ഇന്നും ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി നമുക്ക് ആ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും ഞാൻ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് വേണം. ഓക്കെ. അപ്പോൾ ഈ സൈഡ് നല്ല ബ്ലോക്കാണ് ഗൈസ്. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്. ആ കൂട്ടത്തിലാണ് വീഡിയോ എടുത്തത്. ആരും ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറയരുത്, കാരണം ബ്ലോക്കിൽ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സുധേവേട്ടൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരോട് ഒരു സിനിമയ്ക്ക് പോയി. അതിൻ്റെ പേര് സാഹസം. ശരിക്കും ആ സിനിമ ഒരു സാഹസമായിരുന്നു അല്ലേടെ? അതെ, അതിന് കയറിയതിൻ്റെ സാഹസം ക്ഷീണം ഇതുവരെ മാറിയില്ലെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? അപ്പോൾ ഇനിയത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡടി. നമുക്ക് നേരെ ഫുഡടിയിലേക്ക് പോവാം. അതാ ഗൈസ്, ചിക്കൻ കറി, ക്യാബേജ് തോരൻ, വെളുത്തുള്ളി അച്ചാർ, തൈര്. സൂപ്പർ. ചിക്കൻ കറി, തൈര്, വെളുത്തുള്ളി അച്ചാർ, ക്യാബേജ് തോരൻ, ഇത്രയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ച് പോയി സാരമില്ല. ഇനി ഒരു ചെറിയ ചിക്കൻ പീസ്. സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ, നീതുവിൻ്റെ ഫുഡ് സൂപ്പറാണ്. അപ്പോൾ ഇനി മൊത്തം ഇത് കഴിച്ചിട്ട് വരാം. അതാ ഗൈസ്, ഫിനിഷ് ചെയ്തു. നല്ല ടയർഡായി, നല്ല അടിപൊളിയായിട്ട് ഇതാ വയറൊക്കെ നിറഞ്ഞ് സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇന്ന് അധികം കണ്ടന്റ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ ടൈം കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, ബൈ.